പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? വിചാരപ്പെടാതിരിക്കാൻ കർത്താവ് പറയുന്ന ന്യായങ്ങളാണ് വായിച്ചത്. ജീവൻ ആഹാരത്തേക്കാൾ വലുതാണ്, ശരീരം വസ്ത്രത്തേക്കാൾ വലുതാണ്, മനുഷ്യൻ മറ്റെന്തിനേക്കാളും വലുതാണ്. കർത്താവ് തുടർന്ന് പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? മനുഷ്യൻ പക്ഷികളെക്കാളും സസ്യങ്ങളെക്കാളും ശ്രേഷ്ഠനാണ്. പക്ഷികൾ ഒന്നും കൂട്ടിവെക്കുന്നില്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പുല്ലും താമരയും അതതിൻ്റെ സമയത്ത് വളർന്ന് പൂക്കുന്നു. അവ അതിനുവേണ്ടി അധ്വാനിക്കുകയോ നൂൽ നൂൽക്കുന്നതോ ഇല്ല. അവയൊക്കെയും ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നു. ആയതുപോലെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കാവശ്യമായതൊക്കെയും അതതിൻ്റെ സമയത്ത് തന്നുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കേണ്ടതാണ്. വിചാരപ്പെടുന്നത് അവിശ്വാസത്തിൻ്റെ സന്തതിയാണ്. വിചാരപ്പെടുന്നതിനാൽ ദോഷമല്ലാതെ ഒരു ഗുണവുമില്ല. വിചാരപ്പെടുന്നതിനോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയുകയില്ല. ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവിക കാര്യത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നവൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം ധാരാളമായി നിർവഹിച്ചു തരും. നീതിമാനായ അബ്രാഹാമിൻ്റെ വിശ്വാസം ദൈവം പരീക്ഷിക്കുവാൻ ഇടയായത് ദൈവവചനത്തിൽ കാണുന്നു. തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രാഹാം ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി. അതിനെക്കുറിച്ച് വിചാരപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യാതെ തൻ്റെ കഴുതയ്ക്ക് കോപ്പിട്ട് ഇസഹാക്കിനെയും ബാല്യക്കാരെയും കൂട്ടി മോറിയ മലയിലേക്ക് പോയി. വിറകും തീയും ഉണ്ട്, അറുപ്പാനുള്ള ആടെവിടെ എന്ന ഇസഹാക്കിൻ്റെ ചോദ്യത്തിന് ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് വിശ്വാസത്തോടെ അബ്രഹാം പറഞ്ഞു. ഇസഹാക്കിന് പകരമായി ആട്ടിൻകുട്ടിയെ ദൈവം അവിടെ കരുതിയിരുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച ഏലിയാവിൻ്റെ ചരിത്രം കാണുവാൻ കഴിയും. യഹൂദ രാജാവായ ആഹാബിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ ദൈവം അയച്ച പ്രവാചകനായിരുന്നു ഏലിയാവ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് ഏലിയാവ് രാജാവിനെ അറിയിച്ചു. അതിനുശേഷം ദൈവം ഏലിയാവിനോട് പറഞ്ഞത്, നീ കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്ക, തോട്ടിൽ നിന്ന് നീ വെള്ളം കുടിച്ചുകൊള്ളണം. ഏലിയാവ് ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ചെന്ന് പാർത്തു. അവൻ കാത്തിരുന്നത് പോലെ കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും കൊടുത്തുകൊണ്ടിരുന്നു. തോട്ടിൽ നിന്ന് അവൻ വെള്ളവും കുടിച്ചു. ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ പ്രവാചകൻ ഒട്ടും മടിച്ചില്ല. തനിക്ക് എന്ത് സംഭവിക്കും എന്ന് താൻ വിചാരപ്പെട്ടതായി കാണുന്നില്ല. ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ ഏലിയാവിനെ കരുതുവാൻ ദൈവം കാക്കയെ കൽപ്പിച്ചാക്കി. ആകുലചിത്തനാകാതെ ദൈവത്തെ വിശ്വസിച്ച പ്രവാചകനെ കരുതുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഏലിയാവിനുണ്ടായ രണ്ടാമത്തെ അനുഭവം അതേ അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയും. ദേശത്ത് മഴ പെയ്യായകയാൽ തോട് വറ്റിപ്പോയി വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവിക അരുളപ്പാട് ഏലിയാവിന് ലഭിച്ചു. അവൻ അതനുസരിച്ചു സാറാഫത്തിലെത്തി. അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അവൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുമ്പോൾ
ഭക്ഷിക്കുവാൻ ഒരപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് ഏലിയാവ് പറഞ്ഞു. അതിന് വിധവയുടെ മറുപടി, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഈ വിറകു കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി അതുണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. ആദ്യം ചെറിയൊരു അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയും ഇല്ല എന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകൻ അവളെ അറിയിച്ചു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ അവർ കണ്ടു. കലത്തിലെ മാവ് തീർന്നു പോയില്ല. അവളും അവനും അവരുടെ വീട്ടുകാരും ഏറിയ നാൾ അതുകൊണ്ട് അഹോവൃത്തി കഴിച്ചു എന്ന് വചനത്തിൽ പറയുന്നു. This demonstrates God's care when anxiety is replaced by trust. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ നിലവുകളെയും ഹൃദയങ്ങളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. കർത്താവ് സകല ആശ്വാസങ്ങളുടെയും ദൈവമാണ്. സ്തോത്രത്തോടുകൂടിയ പ്രാർത്ഥനയും അപേക്ഷയും സമാധാനം ഒരുവനിൽ വാഴുവാൻ അനുവർത്തിക്കേണ്ട നടപടിക്രമമാണ്. 2019 ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിന് തക്ക സമയത്ത് ദൈവിക കരുതൽ ലഭിച്ച അനുഭവ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പഠിത്തത്തിൻ്റെ അവസാന വർഷം ഫീസ് കൊടുക്കുവാൻ കഴിയാത്തതിനാൽ പഠിത്തം ഡ്രോപ്പ് ചെയ്യാം എന്ന് ആ കുട്ടി വിചാരിച്ചു. എന്നാൽ ആ രാത്രി മുഴുവൻ താൻ കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അവൻ്റെ പേരൻസ് പോകുന്ന ചർച്ചിലെ ഒരു മെമ്പർ കുട്ടിയുടെ വിഷമങ്ങൾ ഒന്നും അറിയാതെ ചർച്ചിൻ്റെ സെക്രട്ടറിയുടെ കയ്യിൽ ഒരു ചെക്ക് കൊടുത്തുവിട്ടു. ആ കുട്ടിയുടെ ഫീസിന് ആവശ്യത്തിന് വേണ്ടുന്ന പണം എഴുതിയ ഒരു ചെക്കായിരുന്നു അത്. നമ്മെ സഹായിപ്പാൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മെ സഹായിപ്പാൻ ആളിനെ ഒരുക്കും എന്ന് തെളിയിക്കുന്ന സാക്ഷ്യം ആണ് അത്. ചോദിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.